ഓരോ മത്സരത്തിലും പ്ലേ ഓഫ് സാധ്യതകൾ മാറിമറിയുന്ന ഘട്ടത്തിലേക്ക് IPL കടന്നു കഴിഞ്ഞു. ആദ്യ 4 സ്പോട്ടിനായി ടീമുകൾ പോരടിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് ഡൽഹിയോട് പരാജയപ്പെട്ടതോടെ പ്ലേ ഓഫ് കടമ്പയ്ക്ക് 16 പോയിന്റ് എന്നത് ഒരു ലക്ഷ്യമായി മുന്നിലുണ്ട്. മുംബൈ ഇന്ത്യൻസിനെതിരായ ജയത്തോടെ ആദ്യ 6ലേക്ക് കടന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകളും മുന്നോട്ടുള്ള പ്രയാണത്തിന് ചെന്നൈക്ക് പോസിറ്റീവും നെഗറ്റീവുമാകുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നിലവിൽ 9 മത്സരങ്ങളിൽ നിന്ന് 4 ജയവും 5 തോൽവിയും ഉൾപ്പെടെ 8 പോയിന്റാണ് ചെന്നൈയുടെ കയ്യിലുള്ളത്. അസ്ഥിരതയാണ് ചെന്നൈയുടെ പ്രശ്നം. അവസാനത്തെ ചെന്നൈയുടെ 5 മത്സരങ്ങൾ എടുക്കാം. ജയം, തോൽവി, ജയം, തോൽവി, ജയം. ഇതാണ് അവസ്ഥ. 5 മത്സരങ്ങളാണ് ചെന്നൈക്ക് ഇനി ബാക്കിയുള്ളത്. അതിൽ 4 ജയിച്ചാൽ പ്ലേ ഓഫിലേക്ക് മുന്നേറാം. ലക്നൌവിനെതിരെ 2 മത്സരങ്ങൾ, ഡൽഹിക്കെതിരെ 1 മത്സരം, ഹൈദരാബാദിനെതിരെ 1, ഗുജറാത്തിനെതിരെ അവസാന മത്സരം എന്നിങ്ങനെയാണ് ചെന്നൈക്ക് നേരിടാനുള്ളത്. വാങ്കഡയ്ക്ക് പുറമെ ചെപ്പോക്കിലും മുംബൈയെ പരാജയപ്പെടുത്തിയത് ചെന്നൈക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒപ്പം താരങ്ങൾ ഫോമിലേക്ക് എത്തിയതും വലിയ ഘടകമാണ്. സഞ്ജു സാംസൺ ഫോമായാൽ മാത്രം ജയിക്കുകയും സഞ്ജു നേരത്തെ പുറത്തായാൽ ടീം പരാജയപ്പെടുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം തൽക്കാലത്തേക്ക് CSK മാറ്റിയിട്ടുണ്ട്. സഞ്ജുവും ഉർവിലും പവർ പ്ലേക്കുള്ളിൽ തന്നെ മടങ്ങിയിട്ടും 8 വിക്കറ്റിന് ജയിക്കാനായത് CSKക്ക് കരുത്താണ്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് തുടർച്ചയായ 2ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി കണ്ടെത്തി ടീമിനെ ജയിപ്പിച്ചത് വലിയ മൊമെൻ്റമാണ് ടീം ക്യാമ്പിനാകെ നൽകിയത്. ചെന്നൈയുടെ ചേഞ്ചസുകളും മികച്ചതായിരുന്നു. മുംബൈക്കെതിരെ 4 വിക്കറ്റുമായി ഏറ്റവും മികച്ചൊരു സ്പെൽ ചെയ്ത അക്കീൽ ഹുസൈനെ കളിപ്പിക്കാതെ ചെന്നൈ എന്താണിത് കാണിക്കുന്നതെന്ന് ആശ്ചര്യം ആരാധകർക്കുണ്ടായിരുന്നു. എങ്കിലും സമർത്ഥമായി ടീമിനത് മറികടക്കാനായി. ഏറെ നാളായി ചെന്നൈ പെട്ടിയിലിട്ട് വളർത്തുന്ന രാമകൃഷ്ണ ഘോഷിൽ നിന്നും തുടങ്ങാം. കഴിഞ്ഞ വിജയസാരെ ട്രോഫിയിൽ ഗോവയും മഹാരാഷ്ട്രയും ഏറ്റുമുട്ടുകയാണ്. അവസാന ഓവറിൽ ഗോവയ്ക്ക് ജയിക്കാൻ 6 റൺസ് മാത്രം മതിയായിരുന്നു. അർദ്ധ സെഞ്ചുറിയോടെ മികച്ച ടച്ചിലുള്ള ലളിത് യാദവ് അനായാസം ഗോവയെ ജയിപ്പിക്കുമെന്നും കരുതി. എന്നാൽ 6 ഡോട്ട് ബോളുകൾ എറിഞ്ഞ് രാമകൃഷ്ണ ഘോഷ് മഹാരാഷ്ട്രയ്ക്ക് അവിശ്വസനീയ ജയമൊരുക്കി. അതിനുശേഷമുള്ള മെഗാലയലത്തിൽ ചെന്നൈ ഘോഷിനെ സ്വന്തമാക്കി. ബെഞ്ചിലിരുത്തി. 1 മത്സരം പോലും കളിപ്പിച്ചില്ല. അടുത്ത ഓപ്ഷന് വിട്ടുകൊടുത്തതുമില്ല. നിലനിർത്തി. നിർണായകമായ മത്സരത്തിൽ കളിപ്പിച്ചു. അവിടെ ഘോഷ് നല്ല പ്രകടനവും നടത്തി. 3 ഓവറിൽ 24 റൺസ് വിട്ടുകൊടുത്ത് സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ്. മുംബൈയുടെ അപകടകാരിയായ ബിൽ ജാക്സനെ മുന്നോട്ട് ഡൈവ് ചെയ്തെടുത്തൊരു മിന്നും ക്യാച്ചും. വിക്കറ്റ് എടുക്കുന്ന റൈറ്റ് ആം പേസറും ബിഗ് ഷോട്ടിന് കെൽപ്പുള്ള ബാറ്ററും നല്ലൊരു ഫീൽഡറും. ചെന്നൈക്ക് എന്തുകൊണ്ടും രാമകൃഷ്ണ ഘോഷ് കോളാണ്. റിയാൻ റിക്കൽട്ടണും ബിൽ ജാക്സും നാമൻ ധിറുമെല്ലാം ഉൾപ്പെട്ടവർ ബാറ്റ് ചെയ്ത പവർ പ്ലേയിൽ 19 ഡോട്ട് ബോളുകൾ ചെന്നൈ എറിഞ്ഞിട്ടുണ്ട്. എറിഞ്ഞത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒരേ മത്സരം മാത്രം രാജ്യത്തിനായി കളിച്ച അൻഷുൽ കാംബോജ്, അൺക്യാപ്ഡ് താരങ്ങളായ മുകേഷ് ചൗധരി, പ്രശാന്ത് വീർ. പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും സീസണിൽ ഏറ്റവും മികച്ച ഇക്കോണമിയിൽ പന്തെറിയുന്ന താരമാണ് അൻഷുൽ കാംബോജ്. ഡെത്ത് ഓവറിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത താരവും അൻഷുൽ തന്നെ. ബുംറയും ആർച്ചറും റബാദയും റാഷിദ് ഖാനുമെല്ലാം അണിനിരക്കുന്ന ബോളർമാരിൽ നിലവിൽ പർപ്പിൾ ക്യാപ്പ് പോരിൽ മുന്നിൽ തന്നെയുണ്ട് അൻഷുൽ കാംബോജ്. 9 മത്സരങ്ങളിൽ നിന്ന് 17 വിക്കറ്റുമായി RCBയുടെ ഭുവനേശ്വർ കുമാറിനൊപ്പം. ഭുവി 35 ഓവർ എറിഞ്ഞപ്പോൾ 31 ഓവറാണ് കാംബോജ് എറിഞ്ഞത്. പർപ്പിൾ ക്യാപ്പ് കോണ്ടന്മാരിലെ ആദ്യ 5 പേരിൽ ഭുവി കഴിഞ്ഞാൽ മികച്ച ഇക്കോണമി സൂക്ഷിക്കുന്ന താരവും അൻഷുൽ തന്നെയാണ്. 145 മുകളിൽ എപ്പോഴും എറിഞ്ഞ് ജാമി ഓവർട്ടണും ചെന്നൈ ബൗളിങ്ങിന് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. മുംബൈക്കെതിരെ ഏറ്റവും മികച്ച ഇക്കോണമിയിൽ പന്തെറിഞ്ഞ താരവും അദ്ദേഹമായിരുന്നു. ഫോമിലുള്ള നാമൻ ധീറിൻ്റെ വിക്കറ്റും ഓവർട്ടൺ വീഴ്ത്തി. 10 വിക്കറ്റാണ് സീസണിൽ ഇതുവരെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതിഭീകര പ്രൈസ് ടാഗിൻ്റെ എല്ലാ സമ്മർദ്ദവും കാർത്തിക് ശർമ്മയ്ക്കുണ്ടായിരുന്നു. 6 അടിക്കുന്നത് ഇത്ര ഈസിയായി ചെയ്യുന്ന അധികം അൺക്യാപ്ഡ് താരങ്ങളില്ല. കഴിഞ്ഞ മത്സരങ്ങളിൽ ഉൾപ്പെടെ കണക്ഷൻ പ്രശ്നങ്ങൾ നന്നായി ഉണ്ടായിരുന്നു കാർത്തിക്കിന്. എന്നാൽ മുംബൈക്കെതിരെ കാർത്തിക് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. താരതമ്യേന ചെറിയ സ്കോർ ആയതിനാൽ ഋതുരാജിനൊപ്പം നല്ല കൂട്ടുകെട്ടുണ്ടാക്കി. 40 പന്തിൽ പുറത്താകാതെ 54 റൺസാണ് അദ്ദേഹം എടുത്തത്. 3ാം വിക്കറ്റിൽ 98 റൺസിൻ്റെ കൂട്ടുകെട്ട്. സിറ്റുവേഷൻ നോക്കുമ്പോൾ സെൻസിബിൾ ഇന്നിങ്സ്. ആൻഡ് ഹീ ഈസ് ജസ്റ്റ് 20 ഇയർ ഓൾഡ്. അൺക്യാപ്ഡ് താരങ്ങളെ വെച്ച് ചെന്നൈ നടത്തുന്ന മാസ്റ്റർ മൈൻഡിനും വേണം ഒരു കയ്യടി. ഞങ്ങൾക്കൊരു കൂട്ടം യുവതാരങ്ങളുണ്ട്. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഞങ്ങൾ അവരെ ഉപയോഗിക്കും. ചെന്നൈ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ വാക്കുകളാണിത്. ഇതൊരു വലിയ സ്റ്റേജാണ്. ഡൊമസ്റ്റിക്കിലെ പ്രകടനം വെച്ച് IPLലും അത് കിട്ടണമെന്ന് വാശി പാടില്ല. താരങ്ങളുടെ മെൻറ്റാലിറ്റി പ്രധാനമാണ്. കാർത്തികിന് ആദ്യ മത്സരങ്ങളിൽ റിതം കണ്ടെത്താനായില്ല. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ഇപ്പോഴിതാ അതിന് റിസൾട്ടും വന്നു, ഫ്ലെമിംഗ് പറയുന്നു. IPL അരങ്ങേറ്റത്തിൽ ഗുവാഹത്തിയിൽ രാജസ്ഥാനെതിരെ 6ാം നമ്പറിലിറങ്ങിയ കാർത്തിക്
15 പന്തിൽ 18 റൺസ് മാത്രമാണ് നേടിയത്. പഞ്ചാബിനെതിരെയും ബാംഗ്ലൂരിനെതിരെയും ചെറിയ സ്കോർ മാത്രം നേടിയതോടെ കാർത്തികിനെ മാറ്റി. അദ്ദേഹത്തിന് വിശ്രമവും ആത്മവിശ്വാസവും തിരികെ പിടിക്കാൻ സമയവും നൽകി. മുംബൈക്കെതിരെ കാർത്തിക് തൻ്റെ പൊട്ടൻഷ്യൽ കാണിച്ചു. ഗസൻഫറിനെതിരെ നേടിയ സിക്സറും ട്രെന്റ് ബോൾട്ടിനെതിരെ പുറത്തെടുത്ത റിവേഴ്സ് സ്കൂപ്പുമെല്ലാം കാർത്തികിൻ്റെ കോൺഫിഡൻസ് ആണ് കാണിച്ചത്. 11 റൺസിന് പുറത്തായി നിരാശപ്പെടുത്തിയെങ്കിലും ബാറ്റർമാരിൽ ആദ്യ 10-നുള്ളിൽ തിരിച്ചെത്താൻ സഞ്ജുവിന് കഴിഞ്ഞു. 9 മത്സരങ്ങളിൽ നിന്ന് 315 റൺസാണ് സഞ്ജുവിൻ്റെ സമ്പാദ്യം. ഇതിൽ തന്നെ 2 സെഞ്ചുറി നേടിയ മറ്റൊരു താരവുമില്ല എന്നുകൂടി ഓർക്കണം. തുടർച്ചയായ പരിക്കുകളിൽ ആദ്യമൊന്ന് പകച്ചെങ്കിലും പ്ലേ ഓഫ് റേസിലേക്ക് ചെന്നൈ ശക്തമായി തന്നെ എത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ ഫോമിലേക്ക് എത്തി. ആളിക്കത്തിക്കാൻ ചേട്ടനുമുണ്ട്. യുവതാരങ്ങളും ട്രാക്കിലായി. മിഡിൽ ഓവറിൽ നൂർ എതിരാളികളെ വരിഞ്ഞു മുറക്കും. അടുത്ത അംഗത്തിനായി ചെന്നൈ ഫാൻസ് വിസിലടിച്ച് കാത്തിരിക്കുകയാണ്.